Hello everyone, welcome back to our channel. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് Bedtime Detox Drinkന്റെ റെസിപ്പിയുമായിട്ടാണ്. ഫസ്റ്റ് നമുക്ക് എങ്ങനെയാ ഇതിന്റെ റെസിപ്പി എന്ന് നോക്കാം. 2 ഗ്ലാസ് പാൽ ഞാനൊരു പാനിലേക്ക് ഒഴിച്ചു. അതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ നെയ്യാണ്. ശുദ്ധമായിട്ടുള്ള പശുവിൻ നെയ്യ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയാണ് വേണ്ടത്. അത് കുരുമുളക് പൊടിയാണ്. അത് ഒരു പിഞ്ച് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി കുറച്ച് മധുരമുള്ള ഒന്നാണല്ലോ പാല്, അതുകൊണ്ട് എക്സ്ട്രാ ഷുഗറൊന്നും ഞാൻ ചേർക്കുന്നില്ല. ഇനി ഷുഗർ ഇടാതെ കുടിക്കാൻ പറ്റില്ല എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ നാച്ചുറൽ ഷുഗറിലേക്ക് കൂടുതൽ പോവുക. ഡേറ്റ് ഷുഗർ കിട്ടും, കോക്കനട്ട് ഷുഗർ കിട്ടും. ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിന് വെയിറ്റ് ലോസിൻ്റെ കുറച്ച് ഗുണങ്ങൾ കൂടിയുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കാം. സാധാരണ പാൽ കുക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇളക്കി കൊടുത്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നൈറ്റ് ടൈം ആണ് നമ്മൾ ചെറിയ ചൂടോടെ കുടിക്കേണ്ടത്. പാല് തന്നെ, ഇനിയിപ്പോൾ ഇതൊന്നും ചേർക്കാതെ പാല് തന്നെ നൈറ്റ് ടൈം കുടിക്കുവാണെങ്കിലും വളരെ നല്ലതാണ്. നമുക്കറിയാം, നല്ലപോലെ ഡീപ്പായിട്ടുള്ള ഉറക്കം കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. കാൽഷ്യം റിച്ച് ആണ്. പിന്നെ കാൽഷ്യം റിച്ച് ആയതുകൊണ്ട് തന്നെ ചില സമയത്ത് ദഹനക്കുറവിനൊരു ഇഷ്യൂ വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുരുമുളക് പൊടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ടർമറിക്കിലാണെങ്കിൽ കുർക്യുമൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് അടങ്ങിയിട്ടുണ്ട്. അതാണ് യെല്ലോ കളറിൽ കാണുന്നത്. അത് ടോക്സിക് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളെയും ഫ്ലഷ് ഔട്ട് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി അതിനുണ്ട്. അപ്പം നമ്മൾ നൈറ്റ് ടൈം കുടിച്ചിട്ട് കിടക്കുന്ന കൊണ്ടിട്ട് പിന്നെ നമ്മൾ ഫുഡൊന്നും കഴിക്കുന്നില്ല ലോങ് ടൈമിലേക്ക്. അപ്പോൾ ആ ടൈമിൽ ശരീരത്തിലുള്ള ടോക്സിൻസ് ഫുള്ളും ഇത് ഫ്ലഷ് ഔട്ട് ചെയ്ത് പുറത്തേക്ക് രാവിലെ ആകുമ്പോൾ നമ്മൾ പുറത്ത് ബാത്റൂമിലൊക്കെ പോകുമ്പോഴേക്കും അതിൽ കൂടി ഒക്കെ ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കുർക്യുമിൻ സെൽ ഡാമേജ് തടയും. അതുകൊണ്ട് തന്നെ ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടല്ലോ, ഓരോ ഡിസീസസ് ഒന്നും വരാതെ, അൾസിമേഴ്സ് വരുന്നതും സെൽ ഡാമേജ് കൊണ്ടാണല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാതെ ഇത് ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല, നമ്മുടെ മുഖത്തൊക്കെ ഒത്തിരി പിമ്പിൾസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി നല്ല ക്ലീൻ ആയിട്ടുള്ള ഫേസ് കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. നല്ല സ്കിന്നൊക്കെ നല്ല ഗ്ലോ ചെയ്ത് നിൽക്കും. അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഫുൾ ടോക്സിൻസും പുറത്തേക്ക് പോകും. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് കുടിക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ചില ഡ്രിങ്ക്സൊക്കെ മോർണിംഗിൽ കുടിക്കാനായിട്ട് പ്രിഫർ ചെയ്യും. പക്ഷെ അത് എല്ലാ ദിവസമൊക്കെ അതുപോലെ ആക്കി കുടിക്കാൻ നമുക്ക് ടൈം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഇഷ്ടാവില്ല. അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ ഇത് മിൽക്ക് ആയതുകൊണ്ടിട്ട് മിൽക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ഈസി ആയിട്ട് തന്നെ കൺസ്യൂം ചെയ്യാവുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും വേറെ എന്തോ ഒരു പുഡിങ്ങോ കാര്യങ്ങളൊക്കെ കഴിക്കുന്ന പോലെ ഒരു ഫീല് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അല്ലാതെ ഒരു ചീത്ത ടേസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇനി അത് പഞ്ചസാര ഇടാതെ കുടിക്കാൻ പറ്റില്ല എന്നുള്ളവരാണെങ്കിൽ ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഡേറ്റ് ഷുഗർ, കോക്കനട്ട് ഷുഗർ ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒന്നുമില്ലെങ്കിൽ പഞ്ചസാര, സാധാ വൈറ്റ് ഷുഗർ ചേർക്കുക. പക്ഷെ അത് വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യില്ല. ഈ ഒരു ഡ്രിങ്ക് വെയിറ്റ് ലോസിന് കൂടി ഹെൽപ്പ് ചെയ്യുന്നൊരു ഡ്രിങ്കാണ്. ഷുഗർ ചേർത്ത് ആ ഒരു ബെനഫിറ്റ് കളയേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മുടി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സ്കിൻ ഗ്ലോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ പറയുന്നത് പോലെ തന്നെ ഓവറോൾ ആയിട്ട് നമ്മുടെ ശരീരത്തിലെ എല്ലാ ഇംപ്യൂരിറ്റീസും ഫ്ലഷ് ഔട്ട് ചെയ്ത് നല്ലൊരു ഇമ്മ്യൂൺ സിസ്റ്റം വളർത്തിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കൊറോണ ടൈമിൽ ഇത് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇമ്മ്യൂണിറ്റി നല്ലപോലെ തന്നെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഹെൽപ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. Till then, take care. Bye bye.